നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് പാലോട് രവി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വരെ വഹിച്ചിട്ടുണ്ട്. 2011 CPIയുടെ പി രാമചന്ദ്രൻ നായരെ 5030 വോട്ടിന് പരാജയപ്പെടുത്തി നെടുമങ്ങാട് നിയമസഭയിൽ നിന്ന് അദ്ദേഹം 3ാം തവണ ജയിച്ചു കയറി. പക്ഷേ ഇപ്പോൾ പാലോട് രവിക്ക് അത്ര നല്ല കാലമല്ല എന്ന് വേണം കരുതാൻ. കഴിഞ്ഞിടെ ദേശീയ ഗാനം പാടുമ്പോൾ ജാഗ്രതക്കുറവുണ്ടായി. ഇപ്പോഴിതാ ഒരു വിവാദ ടെലിഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ഇല്ലാതാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. LDF ഭരണം തുടരും, കോൺഗ്രസ് എടുക്കാച്ചരക്കാകും, അങ്ങനെയൊക്കെ തട്ടിവിടുന്നു പാലോട് രവി. പ്രവർത്തകരോട് ജാഗ്രത പുലർത്താൻ ആഹ്വാനം ചെയ്തതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 മണ്ഡലങ്ങളിൽ BJP കടന്നുകയറ്റം ഉണ്ടാകും എന്ന് പറയുകയാണ് പാലോട് രവി. കോൺഗ്രസിൽ ഒരു നേതാവ് ഇങ്ങനെ പറയുമ്പോൾ അത് ഏതു തരത്തിലാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്? കോൺഗ്രസിലുണ്ടെന്ന് പറയുന്ന പലരും BJPയിലേക്ക് പോകുന്നുവെന്ന് പറയുന്നത് DCC അധ്യക്ഷനാണ്. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും എന്നും അധ്യക്ഷൻ പറയുമ്പോൾ ആ സംശയം സ്വാഭാവികമായി ഉയരുകയാണ്. BJPയെ ഭയക്കുന്നോ കോൺഗ്രസ്? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ ആദ്യ കോളർ ബാലചന്ദ്രനാണ്. അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഉത്തർപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലചന്ദ്രൻ പക്ഷേ കുറച്ച് ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് അല്ലേ? കൊറേ വിളിച്ചിട്ട്. എന്തു പറ്റി? പൊതുവേദിയെ മറന്നാണോ വല്ല തിരക്കിൽപ്പെട്ടു പോയതാണോ? അല്ലല്ല, തിരക്കാണ്. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ഗംഭീര ചൂടും. ഇന്നൊന്ന് വന്നിട്ടൊന്ന് കിടന്നതാണ്. കിടന്നപ്പോഴാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിന് എന്തെങ്കിലും സംസാരിക്കണം തോന്നിയത്. എന്താണ് ഈ കോൺഗ്രസ് അധ്യക്ഷൻ ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം വിശദീകരിച്ചു. അത് അവിടെ ആളുകളിൽ ഒരു ആവേശമുണ്ടാക്കാൻ വേണ്ടിയൊക്കെ താൻ പറഞ്ഞതാണ്. നമ്മൾ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ ആളുകളെ തയ്യാറാക്കി തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വേണോ കണക്കാക്കാൻ? അതോ കോൺഗ്രസിനകത്ത് വലിയ ആശങ്ക ഉയരുന്നു എന്ന ഒരു സൂചനയാണോ നൽകുന്നത് ശ്രീ ബാലേന്ദ്രൻ? ഇതൊന്നുമല്ല, ഞാൻ കുറച്ച് നേരം എനിക്ക് തരണം. ഒന്നാമത്തെ എന്താ അറിയോ, ഇത് കോൺഗ്രസിന് ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട അണികൾ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് വിടുക. പാവങ്ങളാണ് ഇവര്. കുറെ നേതാക്കന്മാർ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ, അല്ലാണ്ട് BJPയെ പേടിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് ജീവിക്കണം. ഇതൊരു കച്ചവടമാണുള്ളത്. അവർക്ക് ഇതിൽ പറ്റില്ലെന്ന് കഴിഞ്ഞാൽ BJPയിലേക്കോ വേറെ ഏതെങ്കിലും താവളത്തിലേക്ക് അവർക്ക് പോയി കഴിഞ്ഞാൽ വെച്ചാൽ കുഴപ്പമില്ല. ഈ പാവപ്പെട്ട അണികളാണ് വല്ലാതെ ആദർശം തലയ്ക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത്. ഇവർക്ക് അത് നോക്കേണ്ട ആവശ്യം ഉദിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ചെയ്തില്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം, തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും, ത്രികോണ മത്സരം ഉണ്ടാകും, ടീം വർക്ക് എന്ന സന്ദേശമാണ് താൻ നൽകിയത്. ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം കുറെ ആളുകളുണ്ട്, ശാപം പിടിച്ച കുറെ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. അവര് ഒന്നില്ലെങ്കിൽ BJPയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് പോവുക നല്ലത്. അവര് എത്ര കാലത്തോളം കോൺഗ്രസിൽ നിൽക്കണോ അത്രത്തോളം കോൺഗ്രസിന് നാശമല്ലാണ്ട് വേറെ സംഭവിക്കില്ല. ഇവിടൊക്കെ ഉപ്പ് വെച്ച കലം പോലെയാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഉത്തർപ്രദേശിലെ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്കും അതുപോലെ അങ്ങയ്ക്കും എല്ലാവിധ ആശംസകൾ. അവിടെ നിന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു എന്നറിയുന്നതിൽ തന്നെ വളരെയധികം സന്തോഷം. സജിമോൻ എന്നോടൊപ്പം ചേരുന്നത് നെടുമങ്ങാട് നിന്നാണ്. ശ്രീ സജിമോൻ, നെടുമങ്ങാട് നിന്ന് 3 തവണ ജയിച്ചിട്ടുണ്ട് പാലോട് രവി. അത് ഒരു ഏറ്റവും ഒടുവിൽ അദ്ദേഹം 2011 അവിടെ നിന്ന് ജയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ നേതാവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രസ്താവന എന്ത് സന്ദേശമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുക എന്നാണ് ഒരു നെടുമങ്ങാട്ടുകാരൻ എന്ന നിലയിൽ സജിമോൻ കരുതുന്നത്? ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. കാരണം ഇത്രയും മുതിർന്നൊരു നേതാവാണ്, നമ്മുടെയൊക്കെ MLA ആയിരുന്നു അദ്ദേഹം. ഇങ്ങനെയൊക്കെ ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താഴേക്കിടെയുള്ള ആൾക്കാർ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അവർക്ക്? പക്ഷേ ഒരു പ്രവർത്തകരെ ഒന്ന് ശാന്തര അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ജാഗരൂകരാക്കാൻ ഒരു നീക്കമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനെ
ഏതെങ്കിലും തലത്തിൽ അങ്ങനെ കാണേണ്ടതുണ്ടോ? ആ വിശദീകരണം അതിങ്ങനെയാണോ സർ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ 4 ചുവരിനുള്ളിൽ അറിയണം, അതിനുള്ളിൽ തീരണം എന്നുള്ളത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ പുറത്തറിയിച്ച് ഇനി ചുമ്മാ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യം എന്താണ്? മുതിർന്ന നേതാക്കൾ ഇപ്പൊ ശശി തരൂർ തന്നെ എന്തെല്ലാം പറഞ്ഞു. ഇവരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? ഏറ്റവും താഴേക്കിടയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അണികൾക്ക് എന്ത് വിശ്വാസമാണ് അവർ കൊടുക്കുന്നത്? അവര് അല്ല, പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, BJP ശക്തമാണ്, ത്രികോണ മത്സരമുണ്ട്, അപ്പം നമ്മൾ ഒരു കരുത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് അണികളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു പ്രവർത്തകനോടാണ് പറഞ്ഞത്. പുല്ലുപ്പാറയിൽ ഇങ്ങനെയാണോ സർ പറയേണ്ടത്? അത് കോൺഗ്രസിനകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയായി പോയി എന്നാണ്. തീർച്ചയായിട്ടും. യെസ്, അതാണ് സജി മോൻ്റെ പ്രതികരണം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീമതി ശാന്ത കലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ശാന്ത. ഹലോ. യെസ്, ഈ പ്രസ്താവന, ഈ ഫോൺ സംഭാഷണം, പ്രസ്താവന എന്ന് പറയാൻ പറ്റില്ല, ഫോൺ സംഭാഷണം പുറത്തു വന്നു. ശ്രീമതി ശാന്തയ്ക്ക് അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? വെള്ളാപ്പള്ളി പറയും, സതീശൻ പറയും, അതുപോലെ എല്ലാ നേതാക്കന്മാരും പറയും, BJPയും പറയും ആ കൂട്ടത്തില്. ഒരു കാര്യം ചോദിച്ചേട്ടെ, ഈ BJP നരേന്ദ്രമോദി വന്നേ പിന്നെയല്ലേ ഞങ്ങൾ പാവങ്ങൾക്ക്, ഞാനൊരു വിധവയാ, പാവങ്ങൾക്ക് ഈ കൃഷിക്കുള്ള സഹായം തന്നേ പിന്നെയല്ലേ ഞങ്ങളുടെ ദാരിദ്ര്യം പോയത്? ശ്രീമതി ശാന്ത എന്താണ് കൃഷി ചെയ്യുന്നുണ്ടോ? ഞാൻ പച്ചക്കറി കൃഷി, ശകലം റബ്ബർ, ഞാനൊരു വിധവയാ. അപ്പൊ എനിക്ക് ജീവിക്കണമെങ്കിൽ വിധവാ പെൻഷൻ കിട്ടണേ ഉള്ളൂ. അപ്പൊ കൃഷി ഇപ്പൊ ലാഭകരമാണോ? സാധാരണ നമ്മൾ കർഷകരെല്ലാം കൂടെ വിളിച്ച് കൃഷി വളരെ നഷ്ടമാണെന്ന് പറയുന്നു. ലാഭകരമല്ല സാറേ, കൃഷി ലാഭമാണ്. ലാഭകരമല്ല. കാരണം എന്നാന്നറിയാവോ? റബ്ബറിന് വിലയില്ല. ഞങ്ങൾക്ക് ചെറുകിട കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാ. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് തന്നെ വില എന്നാ. ശരി. അപ്പൊ പക്ഷെ ആദ്യം പറഞ്ഞ കൃഷിക്കാർക്ക് നല്ലതാ ഒരു കാലം വന്നപ്പോൾ ഞാനും സന്തോഷിച്ചു കേട്ടോ, അങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല അല്ലേ? അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ. അപ്പൊ ഈ BJP ഇവിടെ 60 സീറ്റുകളിൽ ജയിക്കും, അല്ലെങ്കിൽ 60 സീറ്റുകളിൽ നുഴഞ്ഞു കയറ്റുണ്ട്. അവരെന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. പണം കൊടുത്ത് ചിലപ്പോൾ അവർ പലയിടത്തും വോട്ടർമാരെ മറിക്കും എന്നൊക്കെ ഒരു DCC അധ്യക്ഷന്റെ ആശങ്കയെ ശ്രീമതി ശാന്ത എങ്ങനെയാണ് കാണുന്നത്? ഒരു പണവും തന്നിട്ടില്ല. ഞങ്ങൾക്ക് തന്നത് ഈ കൃഷിക്ക് സഹായം മാത്രമേ തന്നിട്ടുള്ളൂ. അത് നരേന്ദ്രമോദി വന്നേ പിന്നെ ഞങ്ങൾക്ക് തന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. ഷിജു എന്നോട് പറയുന്നു, ഷിജു കിരിയത്ത് എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ജനഗണമന പാടിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊരു തെറ്റ് അന്ന് അദ്ദേഹത്തിന് പറ്റി. അങ്ങനെ ജനഗണമന പാടുമ്പോൾ പാലോട് രവിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്. അതിനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. അപ്പോൾ അന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഇപ്പോൾ ഈ ബംഗാളിലും ഗുജറാത്തിലും പഞ്ചാബിലും ഒന്നും കോൺഗ്രസ് ഇല്ലല്ലോ, അപ്പോൾ ദേശീയ ഗാനത്തിൽ നിന്ന് അദ്ദേഹം ആ സംസ്ഥാനങ്ങളെയൊക്കെ ഒഴിവാക്കിയതായിരിക്കും എന്ന് കെ മുരളീധരൻ വിമർശിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് അന്നൊരു ജാഗ്രത കുറവുണ്ടായി. പക്ഷേ തുടർച്ചയായി ജാഗ്രത കുറവ് ഉണ്ടാവുകയാണോ എന്ന സംശയം വരികയാണ്, ഷിജു സൂചിപ്പിച്ചതുപോലെ. ഓക്കെ. രഘുനന്ദനൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പാലോട് രവി തുറന്നു പറഞ്ഞത് എന്ന് പറയുന്നു. അതല്ലേ യഥാർത്ഥ വസ്തുത എന്ന് എന്നോട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ രഘുനന്ദനൻ തിരുമുല്ലവാരൻ ചോദിക്കുന്നു. മനു സാറിന് നമസ്കാരം എന്ന് പറയുന്നു സുനിൽകുമാർ. സ്വൽഹ ഫാത്തിമ എനിക്ക് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സ്വൽഹ ഫാത്തിമയ്ക്ക് എൻ്റെ ഹലോ അങ്ങോട്ടും തിരിച്ച് ഞാനും പറയുന്നു. ഓക്കെ. അപ്പം സുനിൽകുമാർ പറയുന്നത് പാലോട് രവി പറഞ്ഞത് കോൺഗ്രസിൻ്റെ അവസ്ഥയാണെന്ന് ഓക്കെ പറയുന്നു. അപ്പോൾ ഓക്കെ, സ്വൽഹ ഫാത്തിമ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ. അജയ് കുമാർ എന്നോടൊപ്പം ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ, ഈ 60 സീറ്റുകളിൽ BJP തന്നെ ഞെട്ടിപ്പോയി കാണും കേട്ടോ. കാരണം അവർ 60 സീറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ എന്ന് പറയുന്നത് DCC അധ്യക്ഷനാണ്. അത് ഒരു വലിയ സംഖ്യയായിപ്പോൾ ഒരുപക്ഷെ ഒരു അല്പം അതിശയോക്തിയുണ്ട് എന്ന് സാധാരണക്കാർക്ക് തോന്നാം. പക്ഷേ DCC അധ്യക്ഷൻ അങ്ങനെ തോന്നിയില്ല എന്ന് പറയുമ്പോൾ BJPക്ക് വലിയൊരു ആത്മവിശ്വാസം അത് നൽകുമോ? ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നതും മറ്റു പാർട്ടികൾ നേട്ടമുണ്ടാക്കാൻ പോകുന്ന സീറ്റിനെ പറ്റിയൊക്കെ ഒരു സ്റ്റഡി ചെയ്ത് വെക്കും. അങ്ങനെ ആയിരിക്കാം, അങ്ങനെ പാർട്ടിയിൽ നിന്ന് സ്റ്റഡി ചെയ്ത ഒരു ഇൻഫർമേഷൻ തന്നെ ആയിരിക്കാം പാലോട് രവി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു സിനിമ ഉണ്ട്, ഒരു 10-30 വർഷം മുമ്പ് നമ്മുടെ മുകേഷ് അഭിനയിച്ച ഒരു സിനിമ. മുകേഷിന്റെ കഥാപാത്രം, മുകേഷിനോട് അയാളുടെ സുഹൃത്ത് പറയുന്നുണ്ട് നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് പറയുമ്പം ആ മുകേഷിന്റെ കഥാപാത്രം മുകേഷ് പറയുന്നുണ്ട് അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ.
അദ്ദേഹം തിരിച്ചു ചോദിക്കേണ്ടത്. ഇന്ന് പറഞ്ഞതുപോലെ പാലോട് രവി പറഞ്ഞിട്ട് വേണ്ട ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ. കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറിക്കഴിഞ്ഞു കേരളത്തിൽ തന്നെ. നിങ്ങൾ ഇത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് അല്ല, എടുക്കാച്ചേർക്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവരെ വൻ മുന്നേറ്റമല്ലേ നടത്തിയത്? പിന്നെ എങ്ങനെയാ നമ്മൾ എടുക്കാച്ചേർക്ക എന്ന് പറയുന്നത്? 90-80 സീറ്റ് കിട്ടി. അത് ഒരു ചെറിയ കയ്യബദ്ധം ഇവിടെ ഞാൻ പറയുന്നത് സംഭവിച്ചതുകൊണ്ട് 99 സീറ്റ്. അല്ല, കേരളത്തിൽ അവര് വൻ വിജയം നേടിയില്ലേ? കേരളത്തിലെ 45%, അതായത് 28% വരുന്ന മുസ്ലിങ്ങളെയും 18% വരുന്ന ക്രിസ്ത്യാനിയും ഒന്ന് മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഒറ്റ സീറ്റ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ പറ്റും? അല്ലല്ല, അങ്ങനെയാണല്ലോ. അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് എണ്ണി വെച്ചിരിക്കുന്ന ഫിക്സഡ് സീറ്റാണ്, ഫിക്സഡ് കൗണ്ട് ആണത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണത്. അതെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതൊക്കെ ഒരു പാർട്ടിയുടെ കരുത്തല്ലേ? ഒരു പ്രത്യേക വിഭാഗം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ വിശ്വാസം ആ പാർട്ടിക്കൊപ്പമാണെന്നല്ലേ? ഒരിക്കലും അല്ല മനു. അത് രാഷ്ട്രീയം പറയുമ്പോൾ ഇത്തരം ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ കേരളത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞു പോകാതെ രക്ഷയില്ല. ഈ മുസ്ലിം ലീഗിനെ ഒരിക്കലും ഒരു ചത്ത കുതിര എന്ന് ബഹുമാനപ്പെട്ട നെഹ്റു ഇവരുടെ പൂർവികൻ പറഞ്ഞത് മറന്നുപോകരുത്. അവിടെ നിന്ന് മുസ്ലിം ലീഗിന്റെ വോട്ടിൽ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത്. എപ്പോഴും എല്ലാവരും കളിയാക്കുമല്ലോ, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ. ഞാൻ ആ രീതിയിലൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് കോൺഗ്രസ് കേരളത്തിൽ എടുക്കാച്ചരക്കാകാതെ ഇപ്പോഴും നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഔദാര്യത്തിലാണ്. അവരൊന്ന് അതൊരു പാർട്ടിയാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അല്ലാതെ അവരുടെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങളെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ അജയ്കുമാർ, അതിൽ എല്ലാവരും മുന്നണിയായാണ് മത്സരിക്കുന്നത്. CPM, CPI, മാണി കോൺഗ്രസ് അവരെല്ലാം ചേർന്ന് ഒരു മുന്നണിയാകുമ്പോൾ മറുവശത്ത് ഒരു മുന്നണിയാകുന്നു. എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ പറയാൻ പറ്റും? ഒറ്റക്കൊറ്റയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കും കേരളം. ആണോ? അതെന്റെ വാസ്തവമാണത്. എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് ഭരിക്കാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ. കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ഈ ചങ്ങനാശ്ശേരി വരുന്നത് ഏത് പാർലമെന്റിലാണ്? മാവേലിക്കര പാർലമെന്റ് സീറ്റിലാണ്. ഇവിടെ ബൂത്തിലിരിക്കാൻ കോൺഗ്രസിന് ആളില്ലായിരുന്നു. 5000 രൂപയെ ഒരു കള്ളുകുപ്പി മേടിച്ചു കൊടുത്തിട്ട് ഒരാളെ ബൂത്തിലിരിച്ചത്. ബൂത്തിന്റെ പേരൊന്നും ഞാൻ പറയത്തില്ല. കാരണം ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കാൻ അവർക്ക് ആൾക്കാരില്ല. ഇവരിൽ ആരുമില്ല. താഴെ തട്ടിൽ ബാലോട് പറഞ്ഞതിന്റെ കറക്റ്റാണ്. താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് പ്രവർത്തകരില്ല. ഒരു ചാലക ശക്തിയാകാൻ അതിന്റെ മുകളിൽ നേതാക്കന്മാരും ഇല്ല. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാവുകയാണ്. അപ്പോൾ സ്വൽഹ ഫാത്തിമ എന്നോട് പറയുന്നത് ഞാൻ പോവുകയാണ്. ആ പോകല്ലേ സെൽഫ ഫാത്തിമ, നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ വിവരങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ ഷിജു കിരിയത്ത് സജിമോൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. സജിമോന് പിന്തുണ നൽകുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ പറയുന്നത് സ്വകാര്യ സംഭാഷണത്തിൽ യാഥാർത്ഥ്യം സംബന്ധിച്ചു. ഇത് പ്രബുദ്ധരല്ലാത്ത സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്നു. കക്കറാട്ട് എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. ഐ ആം ഡൂയിങ് വെൽ. ഓക്കെ. ഷാജി കണിയമ്പറമ്പിൽ നമ്മുടെ സ്ഥിരം പൊതുവേദി പ്രേക്ഷകനാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് ഗോട്ട് റെഡ് handed that BJP workers gave ₹500 to voters in Thrissur. Some people did not accept and said that in front of media എന്ന് ഷിജു പറയുന്നു. ഓക്കെ, അത് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഷാജി പറയുന്നത് പാലോട് രവി മാത്രമല്ല ഇങ്ങനെ പറയുന്നത്, കോൺഗ്രസ് മനസ്സിൽ മൊത്തം ഇതാണ്, തുടർഭരണം ഉണ്ടാകുമെന്നുള്ളതാണ് സത്യമെന്നാണ് ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നത്. ഓക്കെ. ജയകുമാർ പറയുന്നു, നമസ്കാരം സാർ, എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയതിനു ശേഷം പാർട്ടിയെ ഒട്ടുകൊടുക്കുന്ന പണിയായി പോയി. സ്ഥാനം നഷ്ടപ്പെട്ട എന്ന അവസ്ഥ വന്നപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നാണ് ജയകുമാറിൻ്റെ ആക്ഷേപം. ഒക്കെ. ജോർജ് എന്നോടൊപ്പം ചേരുന്നത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. ശ്രീ ജോർജ്. സാറേ, ഇത് നമ്മളൊരു അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചത്. ഈ ഈ രവിനെ പോലുള്ളവർ ഈ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കരുത്. അദ്ദേഹം 3 തവണ MLA ആയാളാണ്. അത് ആനപ്പുറത്ത് കയറി എന്നുള്ളൊരു പാരമ്പര്യം വെച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ പോലുള്ളൊരു പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കരുത്. അതാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിരന്തരം ബൂത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ BJPയുടെ തള്ളിക്കയറ്റം തടയാൻ ജാഗരൂകരായിരിക്കാൻ ജനങ്ങളോട് പറയുന്നു. ത്രികോണ മത്സരം ഉണ്ടാകും എന്നാണ് അദ്ദേഹം മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം, ഭിന്നത പാടില്ല, BJP അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നൊക്കെ ഒരു സന്ദേശം താൻ കൊടുത്തു എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് പുള്ളി പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോവേണ്ടി പുള്ളി അത് മറുവാക്ക് ചാടി പറയണല്ലേ പുള്ളി ഇപ്പൊ പിടിച്ചേക്കാൻ വേണ്ടിയിട്ട്. അതെ, ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ മഹി എന്നോടൊപ്പം കിള്ളിപ്പാലത്ത് നിന്ന് ചേരുകയാണ്. ശ്രീ മഹി, ഇത് CPMന് വലിയ ആവേശം നൽകുന്നുണ്ടല്ലേ? ഈ നമസ്കാരം സാറേ. നമസ്കാരം.
DCC അധ്യക്ഷൻ തന്നെ നിങ്ങൾ മൂന്നാമത് അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു ലഡു പൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അല്ല പാലോട് രവി പറഞ്ഞത് ശരിയാണ്. അത് കാശി വേണുവല്ലേ അറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, VD സതീശനാണ് ഈ ദിവസം എന്താ വരുമെന്ന് അവർക്കറിയാം. പിന്നെ അവർക്ക് ഇവിടെ കിടന്ന് പാല് കാണിക്കും. 87 ഇവര് SNDP ഇവരെല്ലാം ചേർത്ത് ഇവര് ഇവിടെ കർണാടക ഭരണം പിടിക്കാൻ നോക്കി, നടന്നില്ല. അന്ന് 82 സീറ്റ് ഈ ദിവസം ജയിച്ചു. അത് ഈ വർക്കിയ പാർട്ടിയൊന്നുമില്ല. അല്ല, പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഹി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രകടനം കാഴ്ചവെക്കുമെന്ന് DCC അധ്യക്ഷൻ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് കുറച്ച് സീറ്റ് അവര് പിടിക്കും. അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നത് ഞാൻ പറയുന്ന മുഴുവൻ. ഓക്കെ, BJP കോൺഗ്രസ് ചേർന്നാലും ഇടതുപക്ഷത്തിന് തോപ്പിക്കാക്കൂല, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയുടെ എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് കിഷോർ, അവിടെ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല മഴയൊക്കെയുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ കോന്നിയിൽ നല്ല അന്തരീക്ഷമാണെന്നാണ് ആളുകൾ എന്നോട് പറഞ്ഞത്. ചിലപ്പോൾ മഴ കുറച്ച് കൂടുതലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഷിൻരാജ് എന്നോടൊപ്പം ചേരുന്ന ആലുവയിൽ നിന്നാണ്. ഷിൻരാജ്, ശ്രീ ഷിൻരാജ്. പാലോട് രവി KV തോമസിന്റെ അനിയനാവാൻ നടക്കുന്ന ആളാ. ആണോ? പിന്നെ അദ്ദേഹം അവിടുത്തെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ അനിയനെ ഇതേ സാറേ, ഈ പാർട്ടിയില് അന്ന് ഇടതുപക്ഷത്തിന് വിദ്യാഭ്യാസമുള്ള പ്രൊഫസറെ അവരൊക്കെ നിർത്തണമെന്ന് പറഞ്ഞ കാരണം ഒരു മാഷെ പിടിച്ച് KV തോമസിന് ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത ആളെ പിടിച്ച് വലുതാക്കി വന്ന് അയാൾ ലാസ്റ്റ് പറയണ അത്രയും എണിച്ചു നടക്കാൻ കയ്യെ പിടിക്കാതെ പറ്റൂല്ലാത്ത ആള് പറയണത് കേന്ദ്രത്തിലേക്ക് പരിചയമുള്ളവർ പോകണമെന്നാ പറയുന്നത്. അത് സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പുള്ളി അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഈ പാലോടി രവി. കാരണം ഇവരൊന്നും താഴെ തട്ടില് ഇലക്ഷന്റെ സ്ലിപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ വീട് കയറാനോ ഇതൊന്നും പോയിട്ടില്ല. ഈ സ്റ്റേജിലെ കസേരയിൽ മാത്രം ഇരിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. അല്ല, അതെങ്ങനെയാണ്? ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. പാലോട് രവി 3 തവണയാണ് അവിടെ നിന്ന് പിന്നെ നെടുമങ്ങാട് നിന്ന്. പാലോട് രവിയുടെ മിടുക്കല്ല സാറേ. ഇപ്പൊ ശശി തരൂര് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ടുള്ള ഒരു കോൺഗ്രസ് MP ഉണ്ടാവുന്ന തിരുവനന്തപുരത്ത്. ഇപ്പൊ പാലക്കാട് ശ്രീകണ്ഠനാണെങ്കിൽ ഈ പറയുന്നത് ശരിയാ. ഈ തിരുവനന്തപുരത്ത് ശശി തരൂര് സ്വന്തമായിട്ട് ജയിച്ചാണ്. ഈ തവണ മുക്കൂറിന്റെ വോട്ടിൽ ശശി തരൂരിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? അത് തന്നെ പാലോട് രവി എന്നെ ഇപ്പൊ പറഞ്ഞതാണോ? പക്ഷെ അദ്ദേഹം 1991-ൽ 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ജയിച്ചത്. പക്ഷെ 96 ആകുമ്പോഴേക്ക് അദ്ദേഹം ഭൂരിപക്ഷം 4000-ഓളം വരൂല സാറേ. ആലുവായി തന്നെ ഒക്കെ മാറി മറിഞ്ഞ അത് ചില കാറ്റ് അനുകൂലമായിട്ട് മാറി തിരിഞ്ഞൊക്കെ വരും. അത് ഭരണ മാറ്റമുണ്ട്, അത് ശരി, ഓക്കെ. ഈ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഓരോരുത്തർക്കൊക്കെ എവിടെയൊക്കെ വോട്ടുണ്ടെന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ TVക്കിടെയും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ എല്ലാം കണ്ട് മനസ്സിലാക്കിയേക്കുന്ന ആളുകളായത്. ഈ പാലോടി രവി ആണോ ഇത് പറഞ്ഞേക്കണമെന്ന് അറിയില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അദ്ദേഹം ഒരു 2-3 ചാനൽ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും കാണണം, പത്രം വായിക്കണം. ഈ സ്റ്റേജിൽ മാത്രം ഇരിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഒരു ശാപമായിട്ടുള്ളത്. ശരി, അതായത് അങ്ങയുടെ പ്രതികരണം വളരെ കൃത്യമാണ്. അങ്ങ് കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അല്ല, എനിക്ക് സാറേ 68 വയസ്സായി. ഞാൻ ഇതുവരെ ഒരു പാർട്ടിയുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്ന വാർഡ് കമ്മിറ്റി മെമ്പറാ. അതുപോലും ആയിട്ടില്ല. താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന ആളാ. ചായക്കടയിൽ ഇരുന്ന് രാഷ്ട്രീയം പറയുന്ന ആളാ. ഇപ്പൊ ഞാൻ പ്രായമായതുകൊണ്ട് ഒരു ദിവസത്തിന്റെ 10ഓളം സമയം TV കാണാനും പത്രം വായിക്കാനും മാത്രം ചെലവഴിക്കുന്ന ആളാ. കാപ്പിക്കടയിലിരുന്ന് രാഷ്ട്രീയം പറയുന്ന ആളാ. പാലോട് രവിക്ക് ആ ഒരു പാരമ്പര്യമില്ല. അവർ സ്റ്റേജിലായിരുന്നിട്ടുള്ളൂ. KV തോമസ് സാറും സ്റ്റേജിലായിരുന്നിട്ടുള്ളൂ. സ്റ്റേജിൽ ആർക്കും ഇരിക്കാം. ഓക്കെ, വ്യക്തമാണ്, അഭിപ്രായം കൃത്യമാണ്. 96-ൽ ജയിച്ചു, 2001-ൽ ജയിച്ചു, 2006-ൽ ജയിച്ചു. സാറേ, ആളുടെ കഴിവല്ല. ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിച്ച ശശി തരൂരിന്റെ കഴിവാണ്. ശശി തരൂരിനെ കഴിഞ്ഞാണ് അവിടുന്ന് മാറാൻ തുടങ്ങി. ഇപ്പൊ പാലക്കാട് എന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ ജയിച്ചിട്ടുണ്ട്. അത് ശ്രീകണ്ഠന്റെ ഒരു കഴിവാണ്. ഇതവണ മുക്കൂറിന്റെ വോട്ടില്ലായിരുന്ന ശശി തരൂരിന്റെ അവസ്ഥ എന്തായിരുന്നു സാറിനറിയാലോ? ശരി, ഓക്കെ, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് പലപ്പോഴും ഇതിൽ വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. എന്ന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരു സന്തോഷം. അങ്ങ് എന്തായിരുന്നു റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞു? ഇപ്പൊ എന്തായിരുന്നു, എന്ത് ജോലി? ഞാനൊരു സാധാ കർഷകനാ സാറേ. ഞാനിപ്പോ റിട്ടയർ എന്ന് പറഞ്ഞ സാധാ കർഷകരില്ല, കർഷകർ എല്ലാം
ഉന്നത നല്ല കർഷകർ എന്ന് വെച്ചാൽ മഹനീയമായ കർഷകരാണ്. അത് അതുകൊണ്ട് ഏറ്റവും അംഗീകാരമുണ്ടോ മഹനീയമായ സാറേ? ജോലിയാണ്. ഞങ്ങൾക്ക് അംഗീകാരമുണ്ടോ? ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ നടക്കണേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ സർക്കാർ ഓഫീസുകളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കയറി ഇറങ്ങി സമയം പോവല്ലേ? അത് സത്യമാണ്. കർഷകരുടെ ജീവിതം ഒരു വലിയ ഏറ്റുമുട്ടലാണ്. പക്ഷെ ആ ജോലി ഏറ്റവും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നെല്ല് കൃഷി ചെയ്യണവർക്ക് സർക്കാർ ശിക്ഷ എന്നാന്ന് വെച്ചാൽ 10,000 കിടക്കണ വിത്തിന് കിടക്കണ നെല്ല് വരെ ഇല്ലാഫീസുകളൊന്ന് വാരിക്കൊണ്ടു ചെവി കിടക്കണമെന്ന്. ഇപ്പൊ 3 കൊല്ലം മുമ്പേ നെൽകൃഷി ചെയ്തയാളാ. സർക്കാരിന് കൊടുത്ത നെല്ലിന്റെ കാശ് കിട്ടിയിട്ടില്ല. നീ കിട്ടിയിട്ടില്ല? ഇന്ന് കിട്ടിയിട്ടില്ല. ഇപ്പൊ നിലവിൽ 3 കൊല്ലം മുമ്പ് കൊടുത്തതിന്റെ കാശ് ഇപ്പൊ കിട്ടിയിട്ടില്ല. വിഷയം മാറിപ്പോയി എന്നുള്ള അറിയാം. ഏതായാലും ഇത് അധികാര കഥേലകളിൽ ഇരിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൃഷിമന്ത്രിയൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് അതിൽ ഇടപെടുമെന്ന് ഞാൻ ഇതൊന്നും കേട്ടിട്ട് യാതൊരു പ്രയോജനമില്ല സാറേ. ഇങ്ങനെയുള്ള ഈ സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കന്മാർ അത് ഏത് പാർട്ടിക്കും ശരിയാവും. പിന്നെ ഓരോ ഭരണ മാറ്റം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പാർട്ടി. ഇപ്പൊ ഈ ജോസ് കെ മാണിനെ പോലെയുള്ള പാർട്ടി ഇപ്പൊ കോൺഗ്രസിൽ തന്നെ കുറെ നേതാക്കന്മാർ ഇപ്പൊ നടക്കുന്നുണ്ട് ജോസ് കെ മാണിനെ ചേർക്കാൻ വേണ്ടി. ഇതൊക്കെ ഈ പാർട്ടി നശിപ്പിക്കാൻ നടക്കണേ. ശരി, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. റഷീദ് നമ്മുടെ UDFന്റെ ഒരു ഉറച്ച അനുഭാവിയാണെന്ന് എനിക്കറിയാം. അദ്ദേഹം കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ്, ഇത് നിങ്ങളുടെ UDFൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയോ ഈ ആദ്യഘട്ടത്തിലെങ്കിൽ ഈ ഇങ്ങനെ ഒരു സംഭാഷണം പുറത്തു വന്നപ്പോൾ? അത് സ്വാഭാവികമായി ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഒരു ജാഗ്രത നിർദ്ദേശം കൊടുക്കുന്ന തരത്തിലുള്ളൊരു സംഭാഷണമാണെന്ന് തോന്നിയോ? എന്താണ് അങ്ങേക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയത്? കോൺഗ്രസിലെ പാർട്ടിയിലെ സമുന്നതരായ നേതാക്കളിൽ ഒരാളാണ് പാലോട് രവി. അദ്ദേഹത്തെ പണ്ടേ നമ്മൾ കോൺഗ്രസിൽ അറിയുന്ന ഒരു നേതാവാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭാഷണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം നമുക്കറിയാലോ, കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ അവസ്ഥവും ശിഷ്ട എല്ലാം താറുമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇതിൽ ന്യായീകരിക്കുന്നുണ്ട്. ഇത് ഒരു പ്രവർത്തകൻ വിളിച്ചത് പുല്ലൂപ്പാറ എന്ന സ്ഥലത്തു നിന്നൊരു ജലീലാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടുതലൊന്ന് ഉത്തേജിപ്പിക്കാൻ, നമ്മുടെ പാർട്ടി പ്രതിസന്ധിയിലാണ്, നിങ്ങൾ കുറേ കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം, തമ്മിലടിക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിർത്താൻ വേണ്ടി ചില നമ്പറുകൾ കയ്യിൽ നീട്ടു. അത് വാളിപ്പോയി, അങ്ങനെ കണ്ടാൽ മതിയോ? അതെ, അത് പറയേണ്ട രീതിയിലായില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയേണ്ടത് ആ രീതിയിലൊന്നും ആയിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞിരുന്നതും. അദ്ദേഹം ജനകീയനായ ഒരു ജനപ്രതിനിധിയായിരുന്നു. പല ഘട്ടങ്ങളിലും അദ്ദേഹം അവിടെ ജീവിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടുണ്ട് എന്നൊരു സംശയം എനിക്കുണ്ട്. അതെ, അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ഒരു നല്ല ഒരു നേതാവാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു സംഭാഷണം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ മാത്രമല്ല, തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ഒരു ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അണികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഭീഷണിയെ സധൈര്യം മുന്നോട്ട് നീക്കാൻ അണികളെ പ്രചോദിപ്പിക്കേണ്ട ആളാണ് ഈ പാലോട് രവി. അദ്ദേഹം ആ രീതിയിൽ ആയില്ല. ആ പറഞ്ഞതൊക്കെ തെറ്റായ രീതിയിലാണ്. കാരണം മൂന്നാമത് LDF അധികാരത്തിൽ വരാൻ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക്, അതൊന്നും ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് അബദ്ധമാണ്, തെറ്റാണ്. അതിനെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഗൗരവമായി കാണുകയും അദ്ദേഹത്തെ ആ തെറ്റ് തിരുത്തിക്കുകയും വേണം. അദ്ദേഹം പാർട്ടിയോടൊപ്പം വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടാവണം. പക്ഷെ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ടുവരാനുള്ള അധികാരമുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസിലുണ്ട്. അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ നിശബ്ദരായി പോയത് അതുകൊണ്ട് തന്നെയാണ്. അവരൊക്കെ ബഹുമാനിക്കുന്ന ഒരാളിൽ നിന്നും ഇത്തരം ഒരു പരാമർശം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതം. കോൺഗ്രസ് പാർട്ടിക്ക് അത്ഭുതമാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് വന്നിട്ടുള്ളത്. ആ തെറ്റ് തിരുത്തി അദ്ദേഹത്തെ പാർട്ടിയോട് ചേർത്ത് പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷിജു കിരിയത്ത് എന്ന പ്രേക്ഷകൻ എന്നെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണെന്നാണ്. പ്രത്യേകിച്ച് ഈ പൊതുവേദിയിലേക്ക് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര ഓർമ്മശക്തിയാണെന്നാണ് ഷിജു എന്നെ പറയുന്നത്. അപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ ഷിജു, അത് വളരെ അതൊരു അവാർഡ് തന്ന പോലത്തെ ഒരു പ്രതികരണമാണ് എനിക്ക് ഇപ്പോഴതിലുള്ളത്. കാരണം നമ്മളിതൊരു കുടുംബം പോലെയാണല്ലോ പൊതുവേദി. അപ്പോൾ പല ആളുകളും ചിലരോടൊക്കെ തർക്കിക്കും, ചിലരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു അന്തർധാര, ഒരു സ്നേഹമായ ഒരു ബന്ധം നമുക്കെല്ലാവരോടൊപ്പം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ
അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ പോത്തങ്കോട് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, വീട് പണിയൊക്കെ എന്തായി? വീട് ശരിയായോ? മരം വീണു എന്നൊക്കെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു. ആ വീട് ഇപ്പൊ വായിച്ചത് തന്നെ ഞാനും പറയാം. താങ്കളെ സംബന്ധിച്ചിട്ട് അസാധ്യ ഇതാണ്, പിന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദൈവമേ എന്റെ കണ്ണ് വിടാതിരിക്കട്ടെ. അല്ല, താങ്കളെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇത്രയും ഓർമ്മിച്ചേ വയ്ക്കുന്ന അതൊരു എന്താ പറയണ, അതൊരു കഴിവ് തന്നെയാണ്. ദൈവം തന്ന ഒരു പ്രത്യേക ഒരു കഴിവായിട്ട് ഞാൻ കണക്കാക്കുന്നു. അല്ലാതെ ഇന്ന് ഓരോ വ്യക്തികളുടെ പേരും അല്ലെങ്കിൽ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും മാസമായി താങ്കൾ എന്നെ ആ വിഷയം പറഞ്ഞില്ലല്ലോ. എനിക്ക് അതിൽ നന്ദിയുണ്ട്. എന്റെ വീടൊക്കെ അതുപോലെ തന്നെയാണ്, ഒന്നും ആയില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ പിന്നെ അവര് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ടല്ല. എന്നോട് പറഞ്ഞു ഉദ്യോഗസ്ഥർ വന്നു, അത് അവര് വന്ന് എല്ലാം എഴുതി ഇവിടുന്ന് കളക്ടറേറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്നൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല, ഒന്നും തന്നിട്ടുമില്ല, ഒരു നയാ പൈസയുടെ യാതൊരു ഇതുമില്ല. പഞ്ചായത്ത് എന്ന് പറയുന്നത് പോത്തങ്കോട് പഞ്ചായത്തല്ലേ? പോത്തങ്കോട് പഞ്ചായത്തല്ല, മാണിക്കൽ പഞ്ചായത്താണ്. മാണിക്കൽ പഞ്ചായത്താണ്. മാണിക്കൽ പഞ്ചായത്ത്, പിന്നെ പിരപ്പങ്കോട്. അതിനേക്കാൾ കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവര് ഇതിൽ കേടുവന്ന പഴയ ഒരു കക്കൂസ് മാറ്റിപ്പണിയാൻ പറഞ്ഞ് അതിന് സഹായം തരാന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളെ ചതിച്ചു കളഞ്ഞ്. 20,000 രൂപ തരാന്ന് പറഞ്ഞിട്ട് അവസാനം 10 രൂപ തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അതും തരില്ല എന്നാ ഇപ്പൊ പറയണത്. വർഷങ്ങൾ നിങ്ങൾ അതും പ്രതീക്ഷിച്ചിരിക്കേണ്ട, അത് ചിലപ്പോ വർഷങ്ങൾ പിടിക്കുന്നൊക്കെ പറയുന്നത്. അതും ഭയങ്കരമായ ഒരു ചതിയായി പോയി. അതൊക്കെ പോട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. സർക്കാർ കാര്യമല്ലേ, പണ്ട് ആൾക്കാർ പറയില്ലേ, സർക്കാർ കാര്യം മുറ പോലെ. മാണിക്കൽ പഞ്ചായത്തിലെ ആളുകൾ അവിടുത്തെ ആരെങ്കിലും നമ്മുടെ പൊതുവേദി കാണുന്നുണ്ടെങ്കിൽ അവരിതൊരു ഗൗരവമായി എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വില്ലേജ് ഓഫീസറൊക്കെ പൊതുവേദി കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുവേദി കാണുന്ന പ്രേക്ഷകരോ അവരുടെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അങ്ങയുടെ വിഷയം അവര് ഗൗരവത്തോടെ എടുക്കും എന്ന് വിചാരിക്കാം. താങ്കൾക്കറിയാമോ, താങ്കളുടെ ഒരു ക്യാമറമാനെയും ഒരു ക്യാമറമാനെ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ കേരളത്തിൽ ഇന്ന് വരെ നടക്കാത്ത വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവങ്ങൾ നടക്കുന്ന ഒരു വാർഡാണ്. കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ജ്വല്ലറിക്കാരന് പഞ്ചായത്തിന്റെ വീട് കൊടുത്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജ്വല്ലറി ഉടമയ്ക്ക് പഞ്ചായത്ത് വീട് കൊടുത്തോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഞാൻ പറയുന്ന ഈ ചാനലിൽ കൂടെയാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ലേ. നിങ്ങൾക്കറിയാമോ, പിന്നെ പരസ്യമായിട്ട് ഇവിടെ പിന്നെ ജുവലറി നടത്തുന്ന വ്യക്തിക്ക്, പക്ഷെ അതൊരു ഒരു അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അവർക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യൂ. ഈ മാണിക്യ പഞ്ചായത്തിലുള്ളവര് ഇവിടെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, നിങ്ങൾക്കറിയാതെ. ഇവിടെ ഒരു വലിയൊരു ഇതുണ്ട്, നിങ്ങൾക്കറിയാല്ലേ, അത് ഒരു ആശ്രമം പോലെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അവർക്കല്ലാതെ മറ്റു നാട്ടുകാർക്കാർക്ക് ഒരു സഹായവും ഒന്നും ചെയ്യില്ല, എല്ലാം അങ്ങോട്ടാ പോകുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞങ്ങളൊന്നും ഇവിടെ ആരും ഒന്നുമല്ല. അവിടെ അവര് കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെയൊക്കെ പരിഗണിക്കൂ. അതെ, അടിമകളായിട്ടാണ് വന്ന് കിടക്കുന്നത് ഈ നേതാക്കന്മാരെല്ലാരും. അതായത് ഇപ്പൊ പറഞ്ഞ പാലോട് രവി ഉൾപ്പെടെ, ഈ പാലോട് രവിയൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. എപ്പോഴും നോക്കിയാലും ഏത് കാര്യത്തിനായാലും അവിടെ കാണും എപ്പോഴും. ഞാൻ പിന്നെ അദ്ദേഹത്തിനെ മിക്കുള്ളപ്പോഴും കാണുന്നതാണ് ഇദ്ദേഹത്തിനെ. അപ്പൊ അദ്ദേഹം ഈ പണ്ടൊക്കെ ഒരു കുറെ കൂടെ ജനകീയനായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് സമയം അതിന് വേറെ കാര്യമൊന്നുമില്ല. അദ്ദേഹം കുറെ നാളുകൊണ്ട് അറിയാമല്ലോ, ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ കുറെ കാലമായിട്ട് MLA അല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല, ആ ഒരു അവസ്ഥയിലാണ്. സാമ്പത്തികമായിട്ടൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അദ്ദേഹം വളരെ ബേക്കാണ്. എന്റെ ഒരു ബന്ധുവിന്റെ എന്നൊക്കെ വന്ന് കൂടെ പൈസകളൊക്കെ കടമായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ചു കൊടുക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മിക്കുള്ള പണക്കാരനല്ല എന്ന് പറഞ്ഞ കാര്യം സാമ്പത്തിക ഇടപാടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് പൈസ വാങ്ങിച്ചോണ്ട് പോകുന്നതും ചിലപ്പോൾ 1 മാസം 2 മാസം കഴിയുമ്പോൾ കൊണ്ട് തിരിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇത് പറയുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ പറയാമെന്ന് പറഞ്ഞാൽ, നേതാക്കന്മാർ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് വ്യക്തമാവുന്നുണ്ട്. കാര്യം, ഈ താഴേക്കടയുള്ളവരുടെ പ്രവർത്തനം മോശമായതുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നില്ലേ അദ്ദേഹം പറയുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ വീഴാൻ പിന്നെ പാടുണ്ടോ? അപ്പൊ പിന്നെ താഴേക്കടയുള്ളവർ പിന്നെ എങ്ങനെയായിരിക്കും? അദ്ദേഹം ഒരു നേതാവാണല്ലോ. അപ്പൊ സംശയം ഉണ്ടായില്ലേ? പിന്നെ അദ്ദേഹമൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴേക്കടയുള്ളവർക്ക് എന്തും ആവാമല്ലോ. അവർക്ക് പറയാല്ലേ, പിന്നെ പാലോടെ ഇങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തായിക്കൂടാ? ഒരു കെട്ടുറപ്പില്ലാത്തൊരു ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആരെയും ഭയമല്ല. പിന്നെ മറുഭാഗത്ത് നോക്കിയേ, മറുഭാഗത്ത് പറഞ്ഞ അവർക്കെന്ന് പറഞ്ഞ ഒരു അച്ചടക്കമുണ്ട്, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ തന്നെ നമ്മുടെ പൊതുവേദി എന്ന് പറയുമ്പോൾ ഇന്നലെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഇന്നലത്തെ പിന്നെ ജയിൽ ചാട്ടത്തിനായിട്ട് മറ്റൊരു ചാനലില്
നമ്മളെ പിന്നെ ന്യൂസ് 8 ചാനലിലെ ഒരു പിന്നെ വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് വളരെ നികൃഷ്ടമായിട്ട് പിന്നെ ഒരു 11:30 മണിക്ക് ശേഷമുള്ള നിങ്ങളെടുത്ത് ഒന്ന് പരിശോധിച്ചറിയാം. നികൃഷ്ടമായിട്ട് ആ രണ്ടെണ്ണം ഒരു പിന്നെ അവതാരകൻ നിന്ന് ഈ പിന്നെ ചാനലിൽ ഒരു അവതാരകനെ അനാവശ്യം പറയുന്നത് ഞാൻ കണ്ടു. കൈരളി ചാനലിലെ പിന്നെ അവൻ എന്ന് പറഞ്ഞാണ്ട്. പക്ഷെ എനിക്ക് ഇന്നലെ ഇതിൽ ഞാൻ വിളിച്ച് ആ കാര്യം പറഞ്ഞപ്പോൾ സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല, അതുകൊണ്ട് പറയാത്തത്. മറ്റൊരു ഇന്നലെ ഈ ജയിൽചാട്ടത്തിനെ കുറിച്ച് സംസാരിച്ചതിന് നികൃഷ്ടമായിട്ട് ഇന്നലെ പിന്നെ പറയുന്നതായിട്ട് ഗോവിന്ദൻ എന്ന് പറയുന്ന ആരെങ്കിലും നമ്മളെ ഈ ചാനലിലുണ്ടോ? ഇല്ല ഇല്ല. ഗോവിന്ദൻ ഇല്ല ഇല്ല. ചാനലില് പിന്നെ വർക്ക് ചെയ്യുന്ന ഈ നമ്മളെ ചാനലില് അല്ല, അത് ഇല്ല, ഞാനത് കേട്ടില്ല. അത് നിങ്ങളൊന്ന് പിന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ നികൃഷ്ടമായിട്ട് ഇന്നലെ പറഞ്ഞേ ഈ ചാനലിന്റെ പേരെടുത്ത് എന്ന് പറഞ്ഞവൻ ഞാൻ കേട്ടിട്ട് ഞാൻ ഇത് പറയാൻ വേണ്ടി പിന്നെ അവൻ എന്താ അധികാരം ഒന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ വേറെ കോളിൽ പോയതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ പറ്റിയില്ല. ശരി, അതെന്താ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ കണ്ണാടി വെച്ച അവനാണ് സംസാരിച്ചത്. തലയ്ക്കുന്നവനാണ് സംസാരിച്ചത്. വളരെ നികൃഷ്ടമായിട്ട് പറഞ്ഞു. ന്യൂസ് 8 ചാനല് അങ്ങനെ മറ്റേ പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നു ഇവർക്കൊന്നും വേറൊന്നും കിട്ടാത്തോണ്ടാണ് നമ്മളെ മണ്ടേ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തട്ടി വിടുന്നുണ്ട്. അവനൊക്കെ വിവരമില്ലാതെ അവനൊക്കെ പാർട്ടി വളർത്താൻ വേണ്ടി നടക്കുന്നില്ല. അതുകൊണ്ട് കാര്യത്തിൽ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് സമയം ധാരാളം എടുത്തല്ലോ. അപ്പോൾ ഏതായാലും അങ്ങേ വീട് പണി നന്നായി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മാണിക്കൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട് മരം വീണ് ഇങ്ങനെ ആകുമ്പോൾ പരമാവധി വേഗതയിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു സമീപനം ഉണ്ടാക്കണം. കുട്ടൻ വിളക്കത്തല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കുട്ടനെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ പൊതുവേ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരു ഇഷ്ടവും ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, യൂട്യൂബ് കമൻറ്റുകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മകളോടൊപ്പം ഇരുന്നാണ് പൊതുവേദി എപ്പോഴും കാണാറ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഷിജു എന്നോട് പറയുന്നത് പാലോട് രവി ഷുഡ് ലേൺ ഫ്രം എക്സ് മേയർ കെ പ്രശാന്ത് ഹൗ ഹി ഡീൽ വിത്ത് ഗ്രൗണ്ട് ലെവൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിക് എന്നാണ്. പ്രശാന്ത് അത് നല്ല രീതിയിൽ അത് ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഷാജി എന്നോട് പറയുന്നത് 50 ഡിഗ്രി ചൂടിൽ ഗൾഫിൽ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് പാലോട് രവിയുടെ പ്രസ്താവന ഒരു കുളിർമ തന്നെയാണ്. അപ്പോൾ മനസ്സിൽ ഒരു ലഡു പൊട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഗൾഫിൽ നിന്നാണ് ഷാജി ഇത് കാണുന്നത്. ഗൾഫിലെ നമ്മുടെ പൊതുവേദിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് ആശംസകൾ അറിയിക്കാം. അപ്പോൾ ഷാജി ചെറിയൊരു ഇടത് അനുഭാവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ട്. ശ്രീ ദിവാകരൻ തലശ്ശേരി എന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിവാകരൻ, എന്താണ് ഈ അങ്ങ് രാഷ്ട്രീയം വളരെ കാലം നിരീക്ഷിക്കുന്ന ഒരാളാണ്. പാലോട് രവിയുടെ ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നിയത്? അതായത് പിന്നെ ഞാൻ വ്യക്തിക്ക് പ്രാധാന്യം രാഷ്ട്രീയമല്ല, പക്ഷേ കോൺഗ്രസിൽ തന്നെ നല്ല ടാലന്റഡും നല്ല സാറിനെ പോലെ നോളജും നല്ല എക്സ്പീരിയൻസ് ഉള്ള എത്രയോ ആൾക്കാരുണ്ട് മറു പാർട്ടിയിലുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഒരു പാർട്ടീനെ കൊണ്ട് അങ്ങനെ ആരും പറയുള്ളൂ സാറേ. ഒരു പ്രത്യേക അതായത് ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തിക്ക് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് വ്യക്തി കോൺഗ്രസിൽ തന്നെ നല്ല ടാലന്റഡും നല്ല ഓണസ്റ്റി ആയിട്ടുള്ള നല്ല കൂട്ടുണ്ട്, പേഴ്സണാലിറ്റിയുള്ള എത്രയോ ആൾക്കാരുണ്ട്. മറു പാർട്ടിയിലും നല്ലതുണ്ട് മോശമുണ്ട്, ഇതിലും നല്ലതുണ്ട് മോശമുണ്ട്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ രജീഷ് PM എന്നോട് പറയുന്നു പാലോട് രവി പറഞ്ഞത് സംഭവിക്കും, LDF 3.0 തയ്യാറായിക്കൊള്ളാൻ ആണ് രജീഷ് PM എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഏതായാലും ഒരു ചെറിയ ഇടവേള ഞാൻ എടുക്കുകയാണ്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ കുട്ടൻ എന്നോട് പറയുന്നത് അദ്ദേഹം ടെലിഫോണിൽ പലതവണ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എല്ലാവരും വിളിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായ ഒരു തിരക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാകും. ടെലിഫോൺ ജാമിങ് അത് ചില സമയങ്ങളിൽ ആളുകൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ തുടരെ വിളിക്കുക എന്നതാണ് അതിൽ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത്. കാരണം പല നമ്മുടെ പ്രേക്ഷകർ വിളിക്കുന്നുണ്ടല്ലോ. ഏതായാലും കൂട്ടൻ യൂട്യൂബിൽ കാണുന്നുണ്ട്, കൂട്ടൻ്റെ കമൻറ്റ് ഇവിടെ ഞാൻ വായിക്കുന്നുണ്ട്. മകളും സന്തോഷമായിരിക്കുന്നു എന്നാണ്
ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ഇട്ടാൽ ഞാൻ തീർച്ചയായും അത് തിരഞ്ഞു പിടിച്ച് വായിക്കും. ഫോൺ വരുമ്പോൾ എനിക്ക് ആരാന്ന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. സതി ബാബുരാജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സതി ബാബുരാജ് എന്നോട് പറയുന്നു നമസ്കാരം എന്ന് പറയുന്നു. നമസ്കാരം മനു, യു ഹാവ് എൻ എക്സ്ട്രാ പവർ എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? ഓക്കെ. യുവർ മെമ്മറി ഈസ് അൺപ്രഡിക്റ്റഡ്. ഓക്കെ, ഇൻ 2026 BJP വിൽ ഗെറ്റ് സം സീറ്റ്സ് എന്ന് സതി ബാബുരാജ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഓർമ്മശക്തിയെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അത് ഓർമ്മശക്തിയുടെ ഒരു മികവ് കൊണ്ടല്ല, ഞാൻ പലപ്പോഴും കാര്യങ്ങളൊക്കെ മറക്കുന്നയാളാണ്. പ്രത്യേകിച്ച് ഞാൻ വീട്ടിൽ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ പറയുമ്പോഴൊക്കെ എല്ലാ ഘട്ടത്തിലും അത് മറന്നു പോകുന്ന ഒരാളാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട ആളുകളെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? അവർ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവരെയൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് സതി ബാബുരാജും പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഒരുമിച്ച് പൊതുവേദി കാണുമെന്ന്. അപ്പോൾ എനിക്ക് അവരോടും ആ ഒരു വലിയ സ്നേഹവും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇപ്പോഴേ രാഹുൽ ഗാന്ധിക്ക് ജാതി പൊളിറ്റിക്സിലൂടെ രാജ്യത്തെ വിഭജിക്കണമെന്നാണ് എന്ന് നരേന്ദ്രൻ എന്നോട് പറയുന്നത്. അതിന് പിന്നിൽ മലയാളികൾ കൈകൊടുക്കുമോ? പാലോട് രവിയാണല്ലോ ശരിയായി പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോമൻ, ശ്രീ സോമൻ ഇടുക്കിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ഹലോ, കേൾക്കാം. ശ്രീ സോമന് ഈ പാലോട് രവി പറഞ്ഞതിൽ ഒരു പ്രധാന കാര്യം BJP പലയിടത്തും ശക്തി പ്രാപിക്കും, അവർ പൈസ കൊടുക്കുന്നൊക്കെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ തവണ നടന്നുവെന്നും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ആരോപണം ഈ ടെലിഫോണിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ BJPയുടെ ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അത് ശ്രീ സോമൻ വിശ്വസിക്കുന്നുണ്ടോ? BJPയുടെ കടന്നുകയറ്റം കുറെ തെരഞ്ഞെടുപ്പുകളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് ഭാവിയിൽ അത് സത്യമാവും ആണല്ലേ. എന്നാൽ പോലും ഈ പാലോട് രവി ഇപ്പൊ പറഞ്ഞതൊന്നും ശരിയല്ല. കാരണം ഒരു കോൺഗ്രസുകാർക്ക് അത് ബോധ്യമില്ലെങ്കിലും മറ്റു ജനത്തിന് ബോധ്യമുണ്ട് അടുത്ത പ്രാവശ്യം ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുള്ളൂ. മാത്രമല്ല ഈ പിണറായി വിജയൻ ചെയ്യുന്ന ഈ കൊള്ളരായ്മ ഒരു മൂന്നാമത് ഇനി വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ, ഇനി കോൺഗ്രസുകാര് ഒരു DCC പ്രസിഡന്റ് അല്ലേ അയാള് ഈ മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ. ശ്രീ സോമൻ, ഒരു ആത്മവിശ്വാസം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടുള്ള ഒരു പ്രധാന സ്ഥലമല്ലേ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഇത്രയും ഒരു തലസ്ഥാന കേന്ദ്രത്തിൽ ഉള്ള ഒരു DCC പ്രസിഡന്റ് പറയുകയാണ് ഇത് എടുക്കാച്ചരക്കായി മാറും എന്നൊക്കെ പറയുമ്പോൾ ഒരു ആശങ്കയല്ലേ അതിൽ നിന്ന് പ്രകടമാകുന്നത്? കോൺഗ്രസ് വരുമ്പോൾ എടുക്കാച്ചരക്കായി മാറും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചിലപ്പോൾ മൂന്നാമത് പോകും, തിരുവനന്തപുരത്ത് നിയമസഭയിൽ താഴെ വീഴും, 60 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP എന്താ ചെയ്യാൻ പോണേ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ പേടിയുണ്ടോ നിങ്ങൾക്ക് ഈ BJP? അത് സാറ് ഇപ്പൊ സാറിന് അറിയാലോ, അത് നമ്മള് സാമാന്യ രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത്. ഈ സാറിന് വിശ്വസിക്കുന്നുണ്ടോ ഈ അടുത്ത കാലത്ത് BJP ഈ ഇത്രയും വലിയൊരു കുത്തികയറ്റം നടത്തുമെന്ന് സാറ് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഒന്നും അതിനെക്കുറിച്ച് ഒരു മുൻകൂട്ടി ഒരു പ്രവചനം നടത്തുന്നില്ല. ഞാനിപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളൊക്കെ പറയുന്നതിൽ നിന്നാണല്ലോ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്. പക്ഷേ DCC പ്രസിഡന്റ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് അങ്ങനെ തള്ളിക്കളയുമോ? സ്വാഭാവികമായി ആളുകൾക്ക് എന്തായാലും അങ്ങനെ ഇല്ലെങ്കിൽ കൂടിയും ഒരു ആവേശം BJPക്ക് ആ പ്രസ്താവന നൽകില്ലേ? അത് ശരിയാണ്. പക്ഷെ നമ്മളൊക്കെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളാണല്ലോ സാറേ. ഇയാൾ പറഞ്ഞ പോലെ ഇങ്ങനെ വലിയൊരു മുന്നേറ്റം ഈ അടുത്ത കാലത്ത് നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഈ കോൺഗ്രസുകാർ അവര് നേതാക്കന്മാര് സദാ ജനങ്ങൾക്ക് ഈ താങ്ങാവേണ്ടി അവര് ആ ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം മറന്നുകൊണ്ടാണ് അവർ എല്ലാ നേതാക്കന്മാരും എന്നല്ല, നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാര് ഈ പൊതുജനത്തോട് ഒരു ബാധ്യത അവര് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയില് ഈ പറഞ്ഞ പോലെ സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് കുമാർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ട് എന്നോട് പറയുന്നത് BJPയെ സഹായിക്കാൻ ഇതുപോലെ ചില നേതാക്കൾ CPM-ലും കോൺഗ്രസിലും കടന്നുകൂട്ടിയിട്ടുണ്ട്. അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ നിരാശപ്പെടുത്താനേ ഇതുപോലുള്ള വാചകങ്ങൾ സഹായിക്കൂ എന്നാണ് ശ്രീ പാലോട് രവിക്കുള്ള സന്തോഷ് കുമാറിൻ്റെ മറുപടി. ഓക്കെ, അപ്പോൾ സന്തോഷ് കുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട് എന്നത് സന്തോഷം തന്നെ. ജോർജ് ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നു. ശ്രീ ജോർജ്. ഹലോ. നമസ്കാരം. നമസ്കാരം. ഇതില് അത്യാവശ്യം വേണ്ടത് ഈ പാലോട് രവിയെ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചിട്ട് ഊളംപാറ കൊണ്ടാണ് ആക്കണം. നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പുള്ളി വിമർശിക്കാം, അതെ, രാജിവെക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെടാം.
അല്ല, അദ്ദേഹം പറഞ്ഞത് ഇത് ഇലക്ഷൻ അടുത്തിരിക്കുക, അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണോ? അയാൾക്ക് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പറയാൻ പറ്റുന്ന ഭാഷയാണോ? അവന് സതീശനെ ഒന്ന് കാണും കേൾക്കുന്നെങ്കിൽ പോയി എവിടെയെങ്കിലും പോയി കണ്ണ് ചികിത്സിക്കാൻ പറ. പ്രതിസ്ഥാനം രാജിവെച്ചിട്ട് ഒന്ന് ഉറപ്പാക്കാം, ഞങ്ങൾ കോൺഗ്രസ് ആയിട്ട് ഈ പ്രസ്ഥാനം ജീവൻ കൊടുക്കാൻ റെഡിയായി കോൺഗ്രസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മൂന്നാം സ്ഥാനത്ത് പോകും എന്നൊക്കെയുള്ള ഈ പ്രസ്താവന കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയാണോ പുറത്തു വരുന്നത്? അതോ അങ്ങനെയൊന്നും ഒരു ഭയമേ ഇല്ല, കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്? കോൺഗ്രസ്സുകാർക്ക് ഒരാശങ്കയില്ല. കോൺഗ്രസ് ആണ് അടുത്ത മുഖ്യമന്ത്രി. അവിടെ ഒരു സംശയം വേണ്ട കാര്യത്തില്. ഓക്കെ, ഒരാശങ്ക ഞങ്ങൾക്കില്ല. ശ്രീ ജോർജ് ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴ കറ്റാനം. ഓക്കെ. കോൺഗ്രസിന്റെ തികഞ്ഞ വിജയമാണ് ശ്രീ ജോർജ് കറ്റാനത്ത് നിന്ന് വിളിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. പ്രദീപ് കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ് കേൾക്കാമോ? എനിക്കൊന്ന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയിരിക്കുന്നു. ദിലീപ് കുമാർ യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. പിണറായി വിജയൻ ചെയ്യുന്ന കൊള്ളരുതായ്മ എന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം എന്ന് ചോദിക്കാമായിരുന്നു അവതാരകൻ എന്നാണ് പറയുന്നത്. ദിലീപ് കുമാറിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിണറായി വിജയൻ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ എന്ന് ചിലരൊക്കെ പറയുമ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയും അതിനെ തടയണം എന്നുമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ദിലീപ് കുമാർ അതിലൊരു കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പല പ്രേക്ഷകർ വിളിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ ന്യായീകരിക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഇവിടെ ഉള്ളൊരു രീതി, ആ പാർട്ടിക്കാരായ ആളുകൾ തന്നെ അതിന് മറുപടി പറയാനായിട്ട് വരുന്നൊരു രീതിയാണ് പലപ്പോഴും ഉള്ളത്. അപ്പം ഞാനായിട്ട് ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ വളരെ കുറച്ച് നടത്താറുള്ളൂ. പിന്നെ വ്യക്തിപരമായി എനിക്കെതിരെ എന്തെങ്കിലും അറ്റാക്കുകൾ നടക്കുമ്പോൾ മാത്രം അത് പ്രതിരോധിക്കാൻ വേറെ ആരുമില്ല എന്നുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സുധീർ എന്നോടൊപ്പം ചേർന്ന് തൃത്താലിൽ നിന്നാണ്. ശ്രീ സുധീറിന് കേൾക്കാമോ? ശ്രീ സുധീറിന് എന്താണ് തോന്നുന്നത്? ഈ പാലോട് രവി അദ്ദേഹം പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുകയാണോ, അതോ അദ്ദേഹത്തിനെ ഒന്ന് മറിച്ചിടാൻ, ഒരു കാലുവാരാനുള്ളൊരു നീക്കം എന്ന തരത്തിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ? അതോ പാലോട് രവി സത്യസന്ധമായി പറഞ്ഞ ചില കാര്യങ്ങൾ ആളുകൾ തെറ്റിദ്ധരിച്ചാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അതുണ്ട്. കോൺഗ്രസിൽ പറഞ്ഞ ഗ്രൂപ്പ് കളി, പാലം വലിക്കല്, ഇതൊക്കെ സ്വാഭാവികരുണ്ട്. അപ്പൊ അവര് മൂപ്പര ആശങ്ക പറഞ്ഞതാണ്. ഇപ്പൊ അതിൽ നോക്കിയാൽ UDF പിന്നെ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ തന്നെ മറ്റേ ചെന്നിത്തലാണ് നേതാവ് മെയിൻ ആയിട്ടുള്ളതാണോ, അത് VD സതീശനാണോ, മുന്നുണ്ടായിരുന്ന KPCC പ്രസിഡന്റ് അല്ലോ സുധാകരനെ കേൾക്കുമ്പോ ഓപ്പൺ ആയിട്ടാണ് നിങ്ങളെ മീഡിയയുടെ മുന്നിൽ നിന്നാണ് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിപ്പലക്കണേ. സുധാകരൻ പറയണ്ട, മറ്റത് പറയണ്ട, ഒഴിഞ്ഞു അതല്ല പറയണ്ടേ, മുന്നുണ്ടായിരുന്നു പറയണ്ട. ഇപ്പൊ ഒഴിഞ്ഞിട്ട് പതി ആയില്ലല്ലോ. അപ്പൊ അതിന്റെ കണക്കാ പറയണേ. അപ്പൊ ഇതിൽ ആരാ ഇവര് മെയിൻ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ വേണ്ട രാഹുൽ മാങ്കൂട്ടോ, ഇപ്പൊ പ്രതിപക്ഷ നേതാവല്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വേറെ ടീമായിട്ട് വന്നില്ല. ഇവര് കറക്റ്റ് ഒരു ചിട്ടയുള്ള കാര്യങ്ങളില്ല. ഇവർ തമ്മിതല്ലാണ്. ഇനി ഭരണമായിട്ട് കിട്ടിയാലും ഇതന്നെ എല്ലാ കൊല്ലത്തെ ഇവര് ഭരിക്കുമ്പോ ഭരണം കിട്ടി കഴിഞ്ഞാൽ ഭരണത്തിന് നന്നു അടി തന്നെ, അധികാരത്തിന്. ആ ഭരണം ഇല്ലെങ്കിൽ ഇവരടി. അപ്പൊ എങ്ങനെയാണ് നടക്കുക? ഇനിയിപ്പോ ഇവര് ഭരിക്കുന്ന പറയണേ, ഇവര് ഭരിച്ചാൽ എങ്ങനെ ഉണ്ടാവും അത് പറയാൻ പറ്റില്ല. അപ്പൊ തൃത്താലയിൽ എന്തായാലും അടുത്ത തവണ നമ്മുടെ മന്ത്രി ശക്തമായി ജയിക്കുമോ സുധീർ? എന്താണ് അത് ജയിക്കും. അതിപ്പോ അതിന് പിടിക്കാൻ വേണ്ടി ഭൂരിപക്ഷം വർദ്ധിക്കും തൃത്താലയിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഫാദർ സാമുവൽ എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്നാണ്. ഫാദർ സാമുവൽ, നമ്മൾ കുറേ ദിവസമായല്ലോ സംസാരിച്ചിട്ട്. അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത ടോപ്പിക്കുകൾ ഉള്ളത് കൊണ്ടാണോ അതോ വല്ല തിരക്കുകൾ കൊണ്ടാണോ? ഫാദർ സാമുവൽ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എത്ര വിളിച്ചാലും കിട്ടാറില്ല, 1 മണിക്കൂർ ട്രൈ ചെയ്താലും കിട്ടാറില്ല. അതൊരു പ്രശ്നമാണ് അല്ലേ? അതൊരു വലിയ പ്രശ്നം തന്നെയാ. ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിലേ, കോൺഗ്രസില് വളരെയധികം സ്പോർട്സ് പേഴ്സൺസ് ആണ്. അത് നല്ലതല്ല, മനസ്സിലായ? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഒരു അഭിപ്രായം പറയും, മറ്റൊരു വേറെ അഭിപ്രായം പറയും. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഒരു വിധത്തിൽ നല്ലതാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം. ആ ഒരു കാഴ്ചപ്പാടിലാണ് പറഞ്ഞതെങ്കിൽ നല്ലതാണ്. കാരണം കോൺഗ്രസ് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി കേരളത്തിന് ഒരു നല്ലൊരു ഇതുണ്ടാവുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടാണ് പലർക്കുള്ളത്. നല്ലൊരു ഭാവി കേരളത്തിന് വേണമെങ്കിൽ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വരണം. പക്ഷേ അതിൽ ഇവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. മാത്രമല്ല ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം. ഇപ്പൊ ജനമധ്യത്തിൽ ഇല്ലാന്നാണോ അങ്ങയുടെ ഫാദർ സാമുവലിന്റെ ഒരു ആക്ഷേപം? അവരിപ്പോ ജനമധ്യത്തിൽ ഇല്ലാന്നാണോ? ജനമധ്യത്തിൽ കുറവാണ്.
പോരാ, കുറച്ചും കൂടി സജീവമായിട്ട് പ്രവർത്തിക്കണം ജനമതത്തിലേക്ക്. എന്നാൽ മാത്രമേ ജനങ്ങളുടെ വോട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ പല അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ നിർത്തണം. മനസ്സിലായോ? സപ്പോസ് അവർക്ക് 1-2 പേര്, അതിലപ്പുറം അവര് പറയുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി മീറ്റിംഗിൽ പറയട്ടെ. അവർക്ക് അതിനായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ അവർ സംസാരിക്കേണ്ടത്. എന്നിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ, ജനമതത്തിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന ഇലക്ഷൻസിലൊക്കെ ജയിക്കാൻ തക്കണം സാധിക്കുന്നുള്ള എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഏതായാലും വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും. ഫാദർ സാമുവൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം എന്തുകൊണ്ടോ കുറച്ച് ദിവസം വിളിച്ചില്ല, വിളിച്ചു എന്നാണ് പറയുന്നത്, പക്ഷേ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിക്കും, ഇടതും വലതും കൂടി ഇന്ത്യ മുന്നണി ആയി പ്രതിപക്ഷമാകും എന്ന് പറയുന്നു. അപ്പം മല്ലിക എന്നോട് പറയുന്നത് ഒരു മൈക്കും 10 ആളും ഉണ്ടെങ്കിൽ സ്ഥലകാല ബോധം പോകുന്ന നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മൈക്കും ഒക്കെ വരുമ്പോൾ 10 ആളും വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉള്ളവരായി മാറുകയാണ് വേണ്ടത്. പക്ഷേ മല്ലിക പറയുന്നത് ശരിയാണ്, മൈക്ക് കിട്ടുമ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന രീതി പൊതുവേ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഫോണിലൂടെ നടന്ന ഒരു സംഭാഷണമാണ് പുറത്തായത്. അപ്പോൾ പ്രദീപ് എന്നോടൊപ്പം കൊല്ലത്ത് ചേരുന്നുണ്ട്. പ്രദീപ്. സാറേ, ഞാൻ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനാണ്. എവിടെയാണ് പ്രവർത്തിക്കുന്നത് പ്രദീപ്? ഏത് സ്ഥലത്താണ്? കൊല്ലത്ത് എവിടെ? പിന്നെ കൊല്ലത്ത് കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലം, കൊല്ലം പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഒക്കെ വലിയ ആവേശത്തിലാണോ, അതോ ഇനി ഒരു ത്രികോണ മത്സരം വരും, എടുക്കാച്ചിറക്കാകും എന്ന ആശങ്ക അവിടെ ഉണ്ടോ? അങ്ങനെയില്ല, എന്നാലും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരൊക്കെ ഉണ്ട്. ഇവിടെ കുണ്ട്ര മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ്സുകാരാണ്, PC വിശ്വനാഥാണ് ജയിച്ചത്. അപ്പോൾ ഈ പിന്നെ എന്താണ് ഈ DCC അധ്യക്ഷൻ, തിരുവനന്തപുരം DCC അധ്യക്ഷൻ ഇങ്ങനെ ഒരു ആശങ്ക തിരുവനന്തപുരത്ത് മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കയാണോ, അതോ അദ്ദേഹം ഇങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞപ്പോൾ പറഞ്ഞേ ഉള്ളൂ, അതിൽ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നാണ്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത് പ്രദീപ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ചാൽ ഈ കോൺഗ്രസിനെ വിനിയോഗിക്കാൻ തന്നെ അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു രീതിക്ക് പറയുകയാണെ, ഒരു ലോട്ടറി നമുക്കൊരു വ്യക്തിക്ക് ഒരു ഭാഗ്യം നമുക്ക് അടിച്ചാൽ അത് നമ്മൾ വിനിയോഗിക്കാൻ അറിഞ്ഞുകൂടാ. അതാണ് ഈ കോൺഗ്രസിന്റെ പരാതി. താഴെത്തട്ടിൽ പുള്ളി പറഞ്ഞ താഴെത്തട്ടിലെ പ്രവർത്തനം ശരിയാണ്, താഴെത്തട്ടിലെ പ്രവർത്തകരെ ശ്രദ്ധിക്കത്തില്ല, താഴെത്തട്ടിലെ പ്രവർത്തനം ശരിയല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം. കഴിഞ്ഞ പിന്നെ അസംബ്ലി ഇലക്ഷനിൽ തന്നെ നയിച്ചത് ഇടതുപക്ഷത്തേക്കായി കൂടുതൽ വോട്ടാണ് പിടിച്ചത് കോൺഗ്രസും BJPയും കൂടെ. മനസ്സിലായില്ലേ? അപ്പൊ കഴിഞ്ഞ ഈ 2 തവണയും സാർ വോട്ടിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ LDFനേക്കായി കൂടുതൽ വോട്ട് ഈ കോൺഗ്രസും ഈ BJP പിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് കോൺഗ്രസിന്റെ ആ നേതൃത്വത്തിന്റെ ഒരു പോരായ്മയാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, ഞാൻ കോൺഗ്രസ് തന്നെ, ചിലപ്പോൾ കോൺഗ്രസ്സുകാർ കേട്ടാലും എന്നെ കുറ്റം പറഞ്ഞാലും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എനിക്ക് വിഷയമല്ല. എന്നാൽ തന്നെ പിന്നെ കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. അവർക്ക് അധികാര കൊതിയൊക്കെ മാറ്റി വെച്ച് സജീവമായിട്ട് പാർട്ടി പ്രവർത്തിക്കുകയും ആ പാർട്ടിയോട് ആത്മാർത്ഥത കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കോൺഗ്രസ് തന്നെ വരും. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, അങ്ങ് കോൺഗ്രസ് പ്രവർത്തകരാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റം ഉണ്ടാകും എന്ന DCC അധ്യക്ഷൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? കൊല്ലത്ത് എന്തെങ്കിലും സാധ്യതയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങ് പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടല്ലോ. കുറച്ച് സ്ഥലത്തൊക്കെ കുറച്ച് ചെറുപ്പക്കാര് BJP ആയിട്ട് നിന്ന് അങ്ങനെ കുറച്ച് ചില വാർഡുകൾ പിടിച്ചെന്നും പറഞ്ഞാൽ അങ്ങനൊന്നും ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നു. അവർ ചിലയിടത്തൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ അത് വലിയ ഇതാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ഞാൻ വിളിച്ചതേ, ഹലോ, ഞാൻ വിളിച്ചത്, എനിക്ക് ഇന്നലെ വിളിച്ചിട്ട് ഞാൻ ഒത്തിരി സമയം വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. മനസ്സിലായില്ലേ? ഇന്നലത്തെ ഒരു കാര്യം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഞാൻ വിളിച്ചതേ. നമ്മുടെ സമയം തീരാറായി, വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഒറ്റയ്ക്കൊരു മിനിറ്റ്. ഇന്നലത്തെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞത്, ഇന്നലെ ആ ഗോവിന്ദസ്വാമി ഇന്നലെ പിടിച്ചപ്പോ തന്നെ ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഈ അക്രമങ്ങൾക്ക് ചെയ്യുന്നവനെയൊക്കെ ജയിലിൽ പ്രത്യേക ഒരു സെല്ലുണ്ടാക്കി അവന് നീന്തി നിൽക്കാൻ വയ്യാത്ത രീതിയിൽ, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നീന്തി നിൽക്കുമല്ലോ, ഇവനെ ആ സെല്ലിനകത്തിട്ട് ഒരു കട്ടക്കകത്തിരുത്തി അതിനകത്ത് മൊത്തം വെള്ളം ഒഴിച്ച് ഒരു എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരു സംവിധാനത്തിൽ ഇവനെയൊക്കെ നടത്തണം. ഇങ്ങനെയുള്ള അക്രമങ്ങൾ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിന് അങ്ങനെ കാടത്ത പണിഷ്മെന്റുകൾ നൽകാൻ ചില പ്രയാസങ്ങളുണ്ട്. നമ്മളുടേത് ഒരു പരിഷ്കൃതമായ ഒരു നിയമ സംവിധാനമാണല്ലോ. ആളുകളുടെ തലവെട്ടിക്കളയുക, കൈവെട്ടിക്കളയുക എന്നതൊക്കെ നമ്മൾ അങ്ങനെ ഒരു കാടത്ത രീതിയായും കാണുന്നു. പരമാവധി അവരെ തിരുത്താൻ നോക്കുക. ഇത് തിരുത്തില്ല എന്ന് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. ഇദ്ദേഹത്തിന് കൂടുതൽ കടുത്ത ശിക്ഷ വേണമെന്ന് കേരളം, ഇന്ത്യ ഒക്കെ ഒന്നായി ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ നിയമത്തിന്റെ ഒരു പരിമിതി അങ്ങനെയുണ്ട്. അതുമാണ് അതിന്റെ ഒരു പ്രശ്നം. എന്നാൽ ഇത്തരം ആളുകളെ ഇങ്ങനെ തടവിലിട്ട് ഇരിക്കുന്നതിനേക്കാൾ കുറെ കൂടി കർശനമായ എന്തെങ്കിലും തൂക്കുകയർ പോലുള്ള ഇത് വന്നാൽ നന്നായിരുന്നു എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. എന്തായാലും അതാണ് ഇന്നലെ വിളിക്കാൻ പറയും. ഇതിനെ കുറിച്ചല്ല, ഞാൻ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല.
ഇവനെയൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള കുട്ടികളെയും ഈ സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നതിനെ ഇവരെ ഇങ്ങനെ തന്നെ ശിക്ഷിക്കണം. മനസ്സിലല്ലേ? നമുക്ക് ഒരു 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 ഇങ്ങനെയുള്ള ഒരു കേസിന് ഇവരെയൊക്കെ ജാമ്യം പോലും അനുവദിക്കരുത്. മനസ്സിലല്ലേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. എനിക്ക് ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അദ്ദേഹം ശിവദാസൻ ബാലരാമപുരത്താണ്. ശ്രീ ശിവദാസൻ. നമസ്കാരം സാർ. നമസ്കാരം സാറേ, നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം DCC പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തില് ഞാൻ ചോദിക്കുന്നത് കൂടുതലാണ്. കാരണം നമ്മളെ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം ജില്ലയിൽ നമുക്ക് എന്റെ പഞ്ചായത്ത് തന്നെ ഒരു വാർഡില് ഒരു പേർത്തുവരെ കാണാനില്ല. ഞാൻ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായിരുന്നു, പാർട്ടി പ്രസിഡന്റായി, ജനറൽ സെക്രട്ടറിയായി, മണ്ഡലം പ്രസിഡന്റായി, മത്സരിച്ചു, എല്ലാം തന്നു, എല്ലാ സ്ഥാനം തന്നു. പ്രവർത്തകരൊന്നും കാണാനില്ലേ? ഇല്ല സാറേ, ഇല്ല. നമ്മളെ പ്രവർത്തിക്ക് ആരുമില്ല. ബൂത്ത് 30 വോട്ട് ലിസ്റ്റ് പേര് ചേർക്കാനോ അല്ലെങ്കിൽ ഒരു മരണം വന്നാലോ അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാലോ. പ്രവർത്തകരൊക്കെ എങ്ങോട്ട് പോയി? അവരൊക്കെ ഓരോ ജോലി എടുത്ത് പോവുകയാണോ അതോ വേറെ പാർട്ടികളിലേക്ക് പോയോ? ഇല്ല, ഞാൻ കേട്ടെ മനു സാർ ജോലി ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാനും ജോലി ചെയ്തിട്ട് വന്നതാണ്. നമുക്ക് ജോലി ചെയ്ത കൂലി കിട്ടണം. അതേപോലെ യൗമ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ബൂത്ത് ബ്ലോക്ക് മണ്ഡലം കഷ്ടപ്പെട്ട് യൗമാരെ പിടിച്ചവിടെ കയറ്റിയാൽ പിന്നെ താഴത്തിൽ അവർക്ക് ഗവനയില്ല. എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം. നല്ല നേതാക്കന്മാരൊക്കെ ശശി തരൂരിന് എന്താ അദ്ദേഹത്തിനെ അവർ തരം താഴ്ത്തി. പക്ഷെ അത്രയും താഴ്ത്താൻ പറ്റൂല. വിവരമുള്ളവർ അദ്ദേഹത്തിനെ ബഹുമാനിക്കും. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് പറഞ്ഞാലും, ഞാൻ കോൺഗ്രസ് സാറിനാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത് BJP അധികാരത്തിൽ വരും. 3ാം സ്ഥാനം CPM പോവും, 2ാം സ്ഥാനം കോൺഗ്രസ് വരും. ഇത് ഞാൻ പറഞ്ഞ കാര്യം സാറിന് എല്ലാം വ്യക്തം അറിയുന്ന കാര്യങ്ങളാണ്. കാരണം എന്തെന്ന് കേട്ടാല് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് ഇല്ലാതാക്കിയത് അവിടുത്തെ ഭരണ അധികാരികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഭരണത്തിന്റെ നമ്മളെ ഭരണത്തിന്റെ രീതി വെച്ച് ഭരണം എന്തോ ഭരണം എന്ന് പറയാൻ ഞാൻ കുറ്റപ്പെടുന്ന എന്തോന്ന് ഭരണം എന്ന് പറയാൻ ഇപ്പോൾ ആരെങ്കിലും കേൾക്കാനുണ്ടോ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അച്യുതാനന്ദനെ പോലും ഏക്കലിനെ പോലും ആൾക്കാർ ചെയ്തു വെച്ച നേട്ടങ്ങളെല്ലാം ഇന്ന് നെടിഞ്ഞിരുന്ന് തിന്നുന്നതും വരുന്നതും. നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്ക് വീണ്ടും സംവദിക്കാം. ഹംസ വയനാട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഹംസ, ഹംസ വയനാട്ടിൽ കോൺഗ്രസിന് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. സ്ഥലമുള്ളതാണ്. ഇത് കേൾക്കുമ്പോ ഇത് കാരണം ഇന്നത്തെ ഈ പരിപാടി ഉണ്ടല്ലോ നമ്മളെ പൊതുവേദി, ആ പൊതുവേദിയില് ഇതല്ലായിരുന്നു ചർച്ച ചെയ്യേണ്ടത്. നിങ്ങള് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയതിനെ പറ്റിച്ചായിരുന്നു ഇന്ന് നിങ്ങൾ പക്ഷെ നമ്മളത് ഇന്നലെ വളരെ വിശദമായി ചർച്ച ചെയ്തല്ലോ. എല്ലാ ദിവസവും ഒരേ വിഷയം ചർച്ച ചെയ്യേണ്ട, മാത്രമല്ല ആ വിഷയം നമ്മൾ ഇന്ന് വേറെ സമയങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് നിങ്ങൾ പിന്നെ ഓൻ ജയിൽ ചാടി അവനെ പിടിച്ച് എല്ലാം പാടെ അതിന്റെ അവൻ പറഞ്ഞതും അതെല്ലാം ആക്കുന്ന അതായിരുന്നു ചർച്ച ചെയ്യണ്ടേ. ഇത് ഞാൻ ചോദിക്കുന്നത് അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് അങ്ങ് കേട്ടോ? ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ തെറ്റുപറ്റിയത്. നമ്മളത് ഇന്നലെ നല്ല വിശദമായി ചർച്ച ചെയ്ത് ആളുകൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് കേൾക്കോ ശ്രീ ഹംസ, അങ്ങോട്ട് പറയുന്നു കൂടി കേൾക്കോ. ഹംസ എന്താ ചെയ്യുന്നത് വയനാട്ടിൽ? ഞാൻ സാധാ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പൊ എല്ലാ ജോലിയും സാധാ അല്ല, നല്ല നല്ല ഒരു അതും ഒരു പ്രമുഖനും തന്നെയാണ്. കൂലിപ്പണി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ജോലി തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രീ ഹംസ, നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു, അത് ഇന്നും ചർച്ച ചെയ്തു, രാവിലെയും ചർച്ച ചെയ്തു, ഇത് വൈകുന്നേരവും ചർച്ച ചെയ്യും. അപ്പോൾ പൊതുവേദിയിൽ ഇന്നിങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ട് നമ്മൾ ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മളത് വിശദമായി ചർച്ച ചെയ്താണ്. അപ്പൊ ഇന്നും ഹംസയ്ക്ക് പറയാൻ എന്തെങ്കിലും അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ഗോവിന്ദസ്വാമിയുടെ വിഷയം കേരളം എല്ലാ കാലത്തും ഓർക്കണമെന്നും അത് കേരളത്തിന്റെ മനസാക്ഷി അത്രമാത്രം നടുക്കിയ ഒരു കൊലപാതകമാണെന്നും ആ ഒരു കൊടും കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ എല്ലാ ഘട്ടത്തിലും ഉറപ്പാക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കേരളത്തിലെ പൊതു മനസാക്ഷിക്കൊപ്പമാണ് ഞങ്ങളും. അങ്ങയ്ക്കും ഉള്ള അതേ ആ വികാരം തന്നെയാണ് എനിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താ എല്ലാ ദിവസവും നമ്മുടെ പൊതുവേദി കാണാൻ ശ്രമിച്ചാൽ അങ്ങക്ക് ആശങ്ക ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടല്ലോ, LDFന് പിന്നെ അത് തന്നെ പറയാം, പിണറായി സഖാവിന് പിന്നെ മോശം പേര് വരും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുള്ളൂ. ഇത് ഇന്നൊക്കെ ചെയ്യേണ്ടത് അത് മാത്രമാണ്. അല്ല, അത് ഞങ്ങൾക്ക് അങ്ങനെ LDFനെയോ പിണറായി സർക്കാരിനെയോ എതിർക്കുകയോ അല്ലെങ്കിൽ അവരെ തകർക്കുകയോ ഒന്നൊരു ലക്ഷ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ജനവിഷയങ്ങൾ ജനമധ്യത്തിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുക, അതിലേക്ക് നേതാക്കളെ അതുപോലെ ബന്ധപ്പെട്ട അധികാരികളെ അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഉള്ള ശ്രമം നടത്തുക, അതിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അധികാരത്തിൽ കയറ്റാനോ ഏതെങ്കിലും ഒരു സർക്കാരിനെ താഴെ ഇറക്കാനോ ആരെയെങ്കിലും മറിച്ചിടാനോ മാധ്യമപ്രവർത്തനം ഉപയോഗിക്കുക എന്ന രീതിയല്ല. പൊതുജന പക്ഷത്തു നിന്നുകൊണ്ട് അവരുടെ ശബ്ദമായി എല്ലാ കാലത്തും പ്രവർത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷത്തിന്റെ റോളാണ് എന്ന് മാധ്യമ രംഗത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് എല്ലാവരും എല്ലാ കാലത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെ തുടരും. ഒരു സർക്കാരിന്റെയും കുഴലൂത്തുകാരായല്ല
അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്കില്ല, അതെടുക്കുകയുമില്ല. പക്ഷേ ആരെയെങ്കിലും അങ്ങനെ കരുതിക്കൂട്ടി മറിച്ചിടാനുള്ള ഒരു നീക്കവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. അപ്പോൾ ഹംസയ്ക്ക് എല്ലാവിധ ആശംസകളും. വളരെ അപ്പോൾ ന്യൂ തിങ്കർ എന്നോട് പറയുന്ന വയനാട്ടിൽ ഇറ്റലിയുടെ ഭരണമാണെന്ന്. ഓക്കെ, ശരി, ഓക്കെ. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. പാലോട് രവിയുടെ ഓഡിയോയിൽ പ്രവർത്തകരുടെ ആശങ്കയാണോ വ്യക്തമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ 64% ആളുകൾ പ്രവർത്തകർ ആശങ്കപ്പെടുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം 36% ആളുകൾ ഇത് വലിയ ഗൗരവത്തോടെ എടുക്കേണ്ട എന്ന നിലപാടാണ് എടുത്തു പറയുകയും ചെയ്യുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നിലപാടുകളുമായി നാളെയും പൊതുവേദി ഉണ്ടാകും. നന്ദി, നമസ്കാരം.